എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോസ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പല കുട്ടികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ വന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾ ഇനി ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച് നിങ്ങളുടെ സീറ്റുകൾ സെക്യൂർ ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ ഫീ അടച്ചിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്ത കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു അലോട്ട്മെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ആണ് പരിഗണിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടുവാണെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 രീതിയിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ഇനി ചെയ്യേണ്ടത്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളെ നിങ്ങൾ ഓപ്ഷൻസിൽ എന്തെങ്കിലും റീഅറേഞ്ച്, നമുക്ക് പുതുതായിട്ട് കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓൾറെഡി നിങ്ങളെ ഓപ്ഷൻസ് കൊടുത്ത കോളേജ് മാത്രമേ ഇനിയിപ്പോൾ അടുത്ത 2-3 അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ കോളേജ് ലിസ്റ്റ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ കോളേജിലും ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻസിൽ തന്നെ റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ വരുത്തണം. അതായത് ഇപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ നല്ല കോളേജുകൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓപ്ഷൻസിൽ മാറ്റങ്ങൾ വരുത്തണം, റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ 290ൻ്റെ മുകളിലൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏകദേശം 250ൻ്റെ ഒക്കെ മുകളിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല കോളേജസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിനൊക്കെയാണ് ഓപ്ഷൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോ കോളേജും എടുത്തിട്ട് ഏതൊക്കെ ഇൻഡെക്സ് മാർക്കിലുള്ള കുട്ടികൾക്കാണ്, ഇതുപോലെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നിങ്ങൾ നഴ്സിംഗ് കോളേജുകൾ അടിച്ചിട്ട് ഓരോ നഴ്സിംഗ് കോളേജിലും ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അലോട്ട്മെൻറ്റ്സിലൊക്കെ നിങ്ങളെ പരിഗണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും വരുന്നത്. മറ്റൊരു കാര്യം ഇതിൽ ആഡ് ചെയ്യാനുള്ളത്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫീസായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ നമ്മൾ അടക്കുന്ന ടോക്കൺ ഫീ എമൗണ്ട് നമ്മുടെ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് ഏകദേശം നമ്മൾ ഗവൺമെൻറ് ഫീസിൽ വരുന്ന അതേ തുകയാണ് വരുന്നുള്ളൂ ടോക്കൺ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ഏകദേശം 25,000 രൂപയാണ്. ഇനി ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്ക് 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫീസായിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇതിന് റീഫണ്ട് ഓപ്ഷനും കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് റീഫണ്ട് കിട്ടില്ല. എല്ലാ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് ഇത്രയും അലോട്ട്മെൻറ്റ്സ് ആയിട്ടും കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 3 അലോട്ട്മെൻറ്റാണ് മെയിനായിട്ട് വരുന്നത്. അതിനുശേഷമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോക്കൺ ഫീ അടക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ടോക്കൺ ഫീ അടക്കാത്ത കുട്ടികളെ മറ്റുള്ള അലോട്ട്മെൻറ്റ്സിലൊന്നും പരിഗണിക്കില്ല. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.